മലയാളികൾക്ക് തലമുറകളോളം ഓർത്തിരിക്കാൻ തക്ക മനോഹര ഗാനങ്ങൾ രചിച്ച ഗാനരചയിതാവാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 80കൾ മുതൽ ചലച്ചിത്ര ലോകത്ത് സജീവമായ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ വിരിഞ്ഞ മലയാളികൾ ഇപ്പോഴും മൂളുന്ന ഗാനങ്ങൾ അനവധിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഗാനമാണ് കൊച്ചിൻ ഹനീഫയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി എത്തിയ വാത്സല്യത്തിലെ അലയും കാറ്റിൻ ഹൃദയം എന്ന ഗാനം. അലയും കാറ്റിൻ ഹൃദയം എഴുതിയതിന് പിന്നിലെ നോവേറുന്ന കഥ കൂടി പറയുകയാണ് ഇപ്പോൾ കൈതപ്രം. ബാബരി മസ്ജിദ് പൊളിച്ച അന്നായിരുന്നു താൻ ആ പാട്ട് എഴുതിയത് എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിഷമം നിറഞ്ഞ ഹൃദയത്തോടെയാണ് അത് എഴുതിയത് എന്നും അദ്ദേഹം പറയുകയാണ്. ബാബരി മസ്ജിദിൻ്റെ തകർച്ച രാമന് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് തനിക്ക് തോന്നിയത് എന്നും അഭിമുഖത്തിൽ കൈതപ്രം പറയുന്നുണ്ട്. വാത്സല്യം സീതാരാമന്മാരുടെ കഥയാണ്. രാമനാണ് ഏട്ടൻ. പിന്നെ അത് മാത്രമല്ല, ആ പാട്ട് എഴുതുന്ന ദിവസം എനിക്ക് വേറൊരു ഫീൽ കൂടി ഉണ്ടായിരുന്നു. ആ ദിവസമാണ് ബാബരി മസ്ജിദ് പൊളിക്കുന്നത്. അപ്പോഴാ പാട്ടിൽ രാമായണം കേൾക്കാതെയായി, പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന വരികൾ അറിയാതെ വന്നു. ആ വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് രാമന് പോലും സഹിക്കാൻ പറ്റാത്തതാണ് എന്ന തോന്നലാണ് എനിക്കുണ്ടായത്. ഞാനതിൽ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. എനിക്ക് പേഴ്സണലായി തോന്നിയ ഒരു കാര്യം, ബാബറി മസ്ജിദ് പൊളിച്ച അന്ന് രാത്രിയാണ് ആ പാട്ട് എഴുതുന്നത് എന്ന് കൈതപ്രം അഭിമുഖത്തിൽ പറയുകയായിരുന്നു.